ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് നമ്മുടെ ചാപ്റ്റർ ഇക്വേഷൻ ആണ്, സമവാക്യങ്ങൾ കേട്ടോ. സമവാക്യങ്ങൾ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 34 കണക്കാണ് ചെയ്തത് കേട്ടോ. പേജ് നമ്പർ 34 108 നമ്മള് 6ാമത്തെ ക്വസ്റ്റ്യൻ ശരിയാണോ? 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 ആയി. ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163. അപ്പൊ സംഖ്യ ഏതാണെന്ന് ചോദ്യം നോക്കാം. ഇംഗ്ലീഷ് വിളിക്കാതെ 198 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. ഒരു നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് സബ്സ്ട്രാക്ട് ചെയ്യാം? ഒരു നമ്പറിൽ നിന്ന് നമ്മൾ 198 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 163 ആണ്. ഒരു സംഖ്യയിൽ നിന്ന് നമ്മൾ 198 കുറയ്ക്കണം. കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന്? കിട്ടുന്ന സംഖ്യ എത്രയാ? 163. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ലാസ്റ്റ് ഒരൊറ്റ ലൈനോളൂ. എന്താ ചെയ്യാം? സംഖ്യ എഴുതാൻ. വാട്ട്സ് എ നമ്പർ? അപ്പൊ നമുക്കിവിടെ എന്താ എഴുതേണ്ടത്? ദ നമ്പർ ഇസ് ഈക്വൽ ടു, നമ്പർ എത്രയാണ്? ഇത് രണ്ടും കൂടി 198 പ്ലസ് എത്രയാണ്? 163. 198ഉം 163ഉം കൂടി കുറയ്ക്കാം. കുറയ്ക്കുമ്പോ എത്ര കിട്ടുന്നത്? 361. ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം 361. അപ്പൊ 361 രൂപയിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 198 കുറച്ചാൽ 163. നമ്മുടെ ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പരീക്ഷ എടുക്കുകയാണ്, എക്സാം എടുക്കുകയാണെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാം. ചിലപ്പോൾ ചോദിക്കും, പരിശോധിക്കാൻ പറയും കേട്ടോ. നിങ്ങളോട് ചോദ്യം ഇത് ശരിയാണോ നോക്കണമെങ്കിൽ എല്ലാത്തിന്റെയും ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പരിശോധിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഈ സെറ്റ് ഫുള്ള് ചെയ്തു കേട്ടോ. ഈ സെറ്റ് ഫുള്ള് കഴിഞ്ഞ് 363 ഇല്ലേ? ഈ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇതിന്റെ ഉത്തരങ്ങളൊന്ന് നോക്കി നോക്കിയാൽ ശരിയാണോ എന്ന്. ഈ സെറ്റിലത്തെ ഉത്തരങ്ങൾ എല്ലാം ശരിയാണോ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇത് 361 ആണ് നമ്പർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് ശരിയാണോ നോക്കണമെങ്കിൽ എന്താണ്? ഇവിടെ തന്നെ എഴുതണ്ട കേട്ടോ. നിങ്ങൾ വേറൊരു പുസ്തകത്തിൽ ചെയ്തു നോക്കാം. ഈ സെറ്റിലെ എല്ലാ കണക്കിന്റെയും ഒന്ന് ചെയ്തു നോക്കാം. നമ്മുടെ 361 ശരിയാണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 361 നിന്ന് ശരിയാണോ നോക്കാൻ എന്ത് ചെയ്യണം? 361 നിന്ന് മൈനസ് എത്രയാണ്? ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോഴാണ് ഇത് കിട്ടിയത് അല്ലെ? ഒരു സംഖ്യയിൽ നിന്ന്. അപ്പൊ നിങ്ങൾ എത്ര ചെയ്യണം? 361 നമുക്ക് കിട്ടിയ ഉത്തരം കിട്ടി. അതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ഉത്തരം എത്രയാണ്? 163 കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് ഉത്തരം 163 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഉത്തരം ശരിയാണ്. അപ്പൊ എല്ലാ കണക്കിന്റെയും നമുക്ക് തന്നെ നോക്കാൻ പറ്റും കേട്ടോ. ശരിയാണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഇത് കിട്ടിയ ഉത്തരം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, കൂട്ടലും കുറക്കലാണ് അല്ലെ? രണ്ട് സംഖ്യകൾ തരും, അതിന്റെ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ടോട്ടൽ സംഖ്യ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ കൂട്ടും, ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കുന്നത്, കുറയ്ക്കും. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? കൂട്ടാനും കുറയ്ക്കാനും. പക്ഷെ അടുത്ത ടോപ്പിക് എഴുതിയിരിക്കുന്നത്, അടുത്ത ടോപ്പിക് ഇതാണ്, കൂട്ടലും കുറക്കലല്ല, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എഴുതിയിരിക്കുക ടോപ്പിക്. പേജ് നമ്പർ 34 തന്നെയാണ് അടുത്ത ടോപ്പിക്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് കഴിഞ്ഞു, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഗുണനവും ഹരണവും. മലയാളം മീഡിയത്തിന്റെ ഗുണനവും ഹരണവും. ഇവിടെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഒരു നിക്ഷേപ പദ്ധതിയിൽ 6 വർഷം കൊണ്ട് നിക്ഷേപ തുക 2 മടങ്ങാവും. നമ്മൾ എത്ര രൂപ ഇട്ടാലും, ഇപ്പൊ നമ്മൾ 10 രൂപ ഇടാണ്, 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിൽ കൊണ്ടുപോയി നമ്മൾ 10 രൂപ ഇട്ടാൽ 6 വർഷം കഴിയുമ്പോ അത് 20 രൂപയാവുന്നു. നിങ്ങൾ 100 രൂപയാണ് ഇടുന്നതെങ്കിൽ അത് എത്രയാവും? 200. എത്ര വർഷം കൊണ്ടാണ്? 6 വർഷം കൊണ്ട് കേട്ടോ. 6 വർഷം കൊണ്ട് ഇരട്ടിയാകുന്ന ഒരു ബാങ്കിൽ നിക്ഷേപ പദ്ധതി. അതില് ഇട്ടത് എന്ന് പറയാം. ഒരു നിക്ഷേപ പദ്ധതിയിൽ 6 വർഷം കൊണ്ട് നിക്ഷേപ തുക 2 മടങ്ങാവും. അവസാനം 10,000 രൂപ കിട്ടാൻ
നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കണം? ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ കണ്ടോ? പേജ് നമ്പർ 34 ലാസ്റ്റില്. In an investment scheme, the amount deposited double in 6 years. 6 വർഷം കൊണ്ട് ഡബിൾ ആവും, ഇരട്ടിയാകും ഇന്ന്. To get the 10,000 rupees finally, how much money should be deposited now? എത്ര രൂപ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യണം? 6 വർഷം കഴിയുമ്പോ 20 രൂപ ആവണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിപ്പോ? 10 രൂപ. 6 വർഷം കഴിയുമ്പോ 200 രൂപ ആവണമെങ്കിൽ ഇപ്പൊ എത്രയാ? 100. അപ്പൊ 6 വർഷം കഴിയുമ്പോ 10,000 രൂപ ആവണമെങ്കിൽ, 10,000 rupees ആവണമെങ്കിൽ ഇപ്പോ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം? മൈനസ് ചെയ്താൽ കിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? ഇരട്ടി ആവുന്നതാണ്. 10ന് ഇരട്ടി ആകണം 20. അപ്പൊ ഈ എമൗണ്ടിൽ നിന്ന് 20ൽ നിന്ന് 10 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് ബൈ 2 അല്ലെ? 20നെ 2 കൊണ്ട് ഹരിക്കുമ്പോ 10 കിട്ടില്ലേ? ഇവിടെ അതുപോലെ തന്നെ 200നെ ഡിവൈഡഡ് ബൈ 2 ഇരട്ടിയാകാണ്. നമ്മൾ ഇപ്പൊ നിക്ഷേപിച്ചതിന്റെ ഇരട്ടിയാവും. അപ്പൊ 200 രൂപ കിട്ടണമെങ്കിൽ എത്ര രൂപ ഇപ്പൊ നിക്ഷേപിക്കണം? 200ന്റെ പകുതി, 2 കൊണ്ട് ഡിവൈഡ്. അതുപോലെ 10,000 രൂപ നമുക്ക് 6 വർഷം കഴിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പൊ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം? അതാണ് ചോദ്യം. മനസ്സിലായോ? 10,000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം? എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം? 10,000നെ എന്താ ചെയ്യാം? 10,000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എത്രയാണ്? 5. 10നെ 2, പിന്നെ 3 0 1 2 3. അപ്പൊ എത്ര രൂപ നമ്മൾ ഇപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യണം? 5,000 rupees. 5,000 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. കിട്ടിയോ എല്ലാവർക്കും ഉത്തരം? എളുപ്പല്ലേ? ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും. ഇവിടെ 5,000 രൂപ എന്നുള്ളത് 10,000 രൂപയാവണമെങ്കിൽ ഇൻഡു ആണ് ചെയ്യേണ്ടത് 2 അല്ലെ? പക്ഷെ 10,000 തന്നേക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10,000നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അടുത്ത കണക്ക് പേജ് നമ്പർ 35. 4 people divided the profit and they get from vegetable business. 4 പേര് കൂടി ഒരു വെജിറ്റബിൾ ബിസിനസ്. നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയാൽ ഇത് എളുപ്പമാണ് കേട്ടോ. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഇൻഡു ആണോ ഗുണനമാണോ അതോ ഹരണമാണോ അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ എന്ന് അറിയാം. ഇത് നമ്മൾ അർത്ഥം ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 10,000 രൂപ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ 5,000 രൂപ ഇട്ടാലേ 10,000 ആവുള്ളൂ. അപ്പൊ 10,000നെ 2 കൊണ്ട് നമ്മൾ ഹരിക്കണം. അതുപോലെ ഈ അടുത്ത കണക്കൊന്ന് ശ്രദ്ധിക്കാം. 4 people divide the profit they got from the vegetable business and Jones got 1,500 rupees. What is the total profit? എന്താണ് ആകെ പ്രോഫിറ്റ് എന്ന്? പച്ചക്കറി കച്ചവടത്തിന്റെ ലാഭം 4 പേരും കൂടി തുല്യമായി പങ്കുവച്ചപ്പോ ജോസിന് കിട്ടിയത് 1,500 രൂപ. അപ്പൊ ആകെ ലാഭം എത്രയാണ് എന്ന്? ആകെ ലാഭം എത്ര? 4 പേരും കൂടിയാണ് ബിസിനസ് നടത്തിയത്. 4 പേരും കൂടി ബിസിനസ് നടത്തുമ്പോ 4 പേരുണ്ട് അല്ലെ? 4 പേർക്ക് ഈക്വൽ ആയിട്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ടിന്റെ 1/4 ഭാഗമാണ് ഒരാൾക്ക് കിട്ടുക. ആകെയുള്ള സംഖ്യയുടെ ഇപ്പൊ 1,000 രൂപ ഉണ്ടെങ്കിൽ, 1,000 രൂപയാണെങ്കിൽ, 1,000 രൂപ അല്ലാട്ടോ അവിടെ ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ചെറിയ സംഖ്യ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. 1,000 രൂപയാണ് ഉള്ളതെങ്കിൽ 4 പേരും കൂടി പങ്കുവെച്ചെടുക്കണം. കാരണം 1000 നിങ്ങളൊരു ബിസിനസ്, നിങ്ങൾ 4 കുട്ടികളും കൂടിയിട്ട് ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പൊ 4 പേര് കൂടിയിട്ട് 4 പേര് കൂടി ബിസിനസ് നടത്തി 1,000 രൂപ ലാഭം കിട്ടി. അതല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തി, ഒരു ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, 100 രൂപ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ 100 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയില്ലേ? എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് നടത്തി, ഒന്നില്ലെങ്കിൽ പുസ്തകങ്ങൾ വിറ്റിട്ടോ സ്കൂളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടി 100 രൂപ. അത് 4 പേരുടെ കൂടെ പുസ്തകങ്ങളാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ 4 പേരുടെ പുസ്തകം കൊണ്ടുപോയി നിങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുത്ത്, ഇപ്പൊ നമ്മൾ പഴയ പേപ്പറുകൾ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ 4 പേരുടെ പുസ്തകങ്ങൾ എടുത്തു, എന്നിട്ട് കൊണ്ടുപോയി വിറ്റപ്പോ നിങ്ങൾക്ക് 100 രൂപ കിട്ടി. 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് പങ്കുവയ്ക്കണം, വേണ്ടേ? 4 പേർക്കും. അപ്പൊ ഒരാൾക്ക് കിട്ടുന്നത് 4ലെ 1 ഭാഗം അല്ലേ? 4ലെ 1 ഭാഗം. അപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപയുടെ 4ൽ 1 ഭാഗം എന്ന് പറയുമ്പോ ഇത് എത്രയാണ്? 25
5 രൂപ ഒരാൾക്ക് കിട്ടും. അങ്ങനെയല്ലേ? ഒരാൾക്ക് 25 കിട്ടി, രണ്ടാമത്തെ ആൾക്ക് 25, അപ്പൊ 50ആയി, മൂന്നാമത്തെ ആൾക്ക് 25, 75ആയി, നാലാമത്തെ ആൾക്ക് 25, അപ്പൊ 100 രൂപ ഈക്വലായിട്ട് 4 പേർക്ക് പങ്കുവച്ചു. മനസ്സിലായോ? ഇനി ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യം പറയുന്നത് ഈ 25 രൂപയാണ് ലാഭം കിട്ടിയതെന്ന്. ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നോക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഇതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ 25 രൂപ, അത് നിങ്ങൾ 4 പേര് നിങ്ങളുടെ ഫ്രണ്ട്സ്, അതിൽ നിങ്ങൾക്ക് 25 രൂപ കിട്ടി. ടോട്ടൽ എമൗണ്ടിന്റെ 25 രൂപ നിങ്ങൾക്ക് കിട്ടി. ആകെ ഒരു കുട്ടി പോയി വിറ്റ് കൊണ്ടുവന്നു, എന്നിട്ട് 25 രൂപ നിങ്ങൾക്ക് എടുത്ത് തരികയാണ്, നിങ്ങളുടെ കയ്യിൽ തന്നു. അപ്പൊ ആകെ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4ആയിട്ടല്ലേ പങ്കുവച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25നെ ഇൻറ്റു 4. അപ്പൊ എത്ര രൂപ കിട്ടി? ആകെ എത്ര കിട്ടിയിട്ടുണ്ടാവും? ഈ സീക്രട്ട് എത്ര കിട്ടിയിട്ടുണ്ടാവും? 100 രൂപ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ ആകെയുള്ള തുക കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ 25 തന്നിട്ട് നമുക്ക് 25 രൂപ കിട്ടിയെങ്കിൽ, ഒരാൾക്ക് 25 രൂപ കിട്ടിയെങ്കിൽ 4 പേർക്കും കൂടി ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? 25 ഇൻറ്റു 4. മനസ്സിലായില്ലേ? കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ ആകെ തന്നു കഴിഞ്ഞാൽ ഈ 25 കാണണമെങ്കിൽ 1/4 കാണണം. 25 രൂപ നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടിയതാ തന്നേക്കണെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുക ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഗുണനം കാണിക്കുന്ന മോളിലേക്ക് പോകും അല്ലെ? ഇൻറ്റു ആവും. അപ്പൊ 25 ഇൻറ്റു 4 പോകും. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കി. 4 people divide the profit and they got from the vegetable business. അവർ പച്ചക്കറിയുടെ ബിസിനസ്സാണ് നടത്തിയത്. കുറച്ച് പച്ചക്കറി കൊണ്ടുവന്ന് വിറ്റു, അങ്ങനെ അവർ പച്ചക്കറി ബിസിനസ് നടത്തി. അതിൽ ജോസ് എന്ന് പറയുന്ന ആൾക്ക് 1500 റുപ്പീസ് ആണ് കിട്ടിയത്. ജോസിന് കിട്ടിയത്. അപ്പൊ നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. ഇത് മാറ്റോട്ടെ, എനിക്ക് മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പോ എന്താ പറയുന്നത്? ജോസിന് കിട്ടിയ എമൗണ്ട്, തുക, അങ്ങനെ എഴുതണം കേട്ടോ. ജോസിന് കിട്ടിയ തുക, the money that Joe got. ജോസിന് കിട്ടിയ തുക എത്രയാണ്? 1000. ജോസിന് കിട്ടിയ തുക 1500. കിട്ടിയില്ലേ? ജോസിന് കിട്ടിയത് 1500 ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? 4 പേരും കൂടിയാണ് എടുത്തത് അല്ലെ? 4 പേരും കൂടിയാണ് എടുത്തത്. 4 പേരും കൂടിയാണ് ബിസിനസ് നടത്തിയത്. അതിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയത് 1500. നമ്മൾ നേരത്തെ കണക്കിൽ പറഞ്ഞു എഴുതി വെച്ചത്. നിങ്ങൾ അത് നോക്കി എത്രയാണ്? ഒരാൾക്ക് കിട്ടിയത് 25 ആണ്. അപ്പൊ ടോട്ടൽ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 25നെ ഇൻറ്റു 4. അതുപോലെ ഇവിടെ ഒരാൾക്ക് കിട്ടിയത് 1500. അപ്പോ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? അടുത്ത സ്റ്റെപ്പ് എഴുതണം. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1500. എത്രയാണ് നമ്മൾ ചെയ്തത്? 4 പേർക്ക് ഒരാൾക്ക് 1500 കിട്ടി. അപ്പൊ 4 പേർക്കും അങ്ങനെ 1500 വെച്ച് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ എമൗണ്ട് കിട്ടാൻ 1500 ഇൻറ്റു 4. 1500 ഇൻറ്റു 4 ചെയ്യാനായിട്ട് നമുക്ക് ഇന്ത്യ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 15 ഇൻറ്റു 4 നോക്കിയാൽ മതി. 15 ഇൻറ്റു 4 എത്രയാ? 60. എന്നിട്ട് ഈ 2 0 ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടി? 6000 രൂപ. കിട്ടിയോ? അപ്പൊ ഇനി അടുത്ത കണക്ക് നമുക്കൊരു പ്രോബ്ലംസ് ആണ് തുടങ്ങുന്നത് കേട്ടോ. എക്സസൈസ് തന്നിട്ടുണ്ട്, കണ്ടില്ലേ എല്ലാവരും? പേജ് നമ്പർ 35 നമുക്ക് ഞാൻ കണക്കുകൾ ചെയ്യാം. പേജ് നമ്പർ 35 കണക്കുകൾ. അപ്പൊ ഇപ്പൊ നമുക്ക് കൂട്ടല് പഠിച്ചു, കുറക്കല് പഠിച്ചു അല്ലെ? അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാവർക്കും കിട്ടും. പിന്നെ നമ്മൾ പഠിച്ചു ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനവും ഹരണവും. അപ്പൊ കൂട്ടല്, കുറക്കല്, ഗുണിക്കല്, ഹരിക്കല്, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി അത് വെച്ച് കണക്ക് ചെയ്യാലോ. അപ്പൊ അതും നമുക്ക് ഒരു തിയറിയും ഇല്ല കേട്ടോ. നിങ്ങൾ ആ ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കി ചെയ്യേണ്ടതാണ്. ഇൻ എ കമ്പനി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ കമ്പനി ദ മാനേജേഴ്സ് സാലറി ഈസ് 5 times that of a peon. The manager gets 40,000 rupees in a month. How much does the peon get a month? ചോദ്യം ഒരു 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ തന്നെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം. ഇനി മലയാളം എഴുത്തിലെ ക്വസ്റ്റ്യൻ. ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ പിയൂന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നത്. എങ്കിൽ പിയൂണിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവുന്നു? അപ്പൊ ഒരു കമ്പനിയിലെ മാനേജറിന്റെ സാലറി എന്ന് പറഞ്ഞാൽ 5 times that of a പിയൂൺ അല്ലെ? ഒരു പിയൂന്റെ സാലറിയുടെ എത്രയാണ്? 5 times ആണെന്ന്. അപ്പൊ നമുക്ക് പിയൂന്റെ സാലറി അറിയില്ല അല്ലെ?
പിയുടെ സാലറിയുടെ 4 ഇരട്ടി അല്ലെ? ഇവിടെ തന്നിരിക്കുന്നത് പിയുടെ സാലറിയുടെ കൂടെ ഇൻറ്റു 4. ഇതാണ് മാനേജറുടെ സാലറി. അത് എത്രയാണ് തന്നിട്ടുണ്ട്? അത് എത്രയാണ് തന്നേക്കുന്നത്? 40. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 40,000, 40,000 കിട്ടിയോ? പിയുടെ ശമ്പളത്തിന്റെ ഇൻറ്റു 4. 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 times 5 times ആണ് കേട്ടോ. മലയാളത്തിൽ മീഡിയത്തിൽ 5 ഇരട്ടി കഴിഞ്ഞാണ്. 5 times ആണ്. പിയുടെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ് ആരുടെ ശമ്പളം? മാനേജറുടെ ശമ്പളം. അതാണ് 40,000 രൂപ. അപ്പൊ അടുത്ത ഇതെന്താണ് നമ്മൾ എഴുതാം? അടുത്ത എന്താ വേണ്ടത്? മാനേജറിന്റെ സാലറി. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ടത് മാനേജറിന്റെ സാലറി. ഇങ്ങനെ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയല്ല എഴുതേണ്ടത്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിയുടെ സാലറിയുടെ 5 ഇരട്ടി 5 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് ആരുടെ സാലറി കിട്ടി? മാനേജർ. അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? ഇവിടെ മാനേജറിന്റെ സാലറി അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വരുന്നത് ആരാണ്? മാനേജേഴ്സ് സാലറിയാണ്. ഇനി അടുത്തത് നമുക്ക് ആരുടെ വേണ്ടത്? ഇവിടെ നമുക്ക് വരുന്നത് പിയുടെ സാലറിയാണ് അല്ലെ? പിയുടെ സാലറി എത്രയായിരിക്കണം? നമുക്കറിയില്ല, അതാണ് ചോദ്യം. മാനേജറുടെ സാലറി എന്ന് പറഞ്ഞാൽ പിയുടെ സാലറിയുടെ 5 ഇരട്ടി. അപ്പൊ പിയുടെ സാലറി ഈസ് ഈക്വൽ ടു എത്രയാ ചെയ്യേണ്ടത്? 40,000 എന്ത് ചെയ്താൽ മതി? 40,000 ഡിവിഷൻ ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 കിട്ടിയോ? അല്ലെങ്കിൽ 1/5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 1/5 കൊണ്ട് ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും തന്നെയാണ്. അപ്പോ മാനേജറുടെ സാലറി എന്ന് പറഞ്ഞാൽ പിയുടെ സാലറി. ഈ മാനേജറുടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? പിയുടെ സാലറി ഇൻറ്റു 5 ആണ് 40,000. അപ്പൊ പിയുടെ സാലറി കാണണമെങ്കിൽ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ? അപ്പോ അത് ഡിവിഷൻ ആയി. കിട്ടിയില്ലേ? മനസ്സിലായോ? ഇവിടെ ഡിവിഷൻ ചെയ്തു. ഇനി ഇതിനെ നമ്മൾ വെട്ടി കുറയ്ക്കാം. എത്ര കിട്ടി? 8 × 5 40. ബാക്കി 3 0. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഴുതാം. പിയുടെ സാലറി ഈക്വൽ ടു എത്രയാണ്? 8,000 രൂപ. റുപ്പീസ് 8,000 rupees. കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The travelers of a picnic split equally 5,200 rupees spent. Each gave 1,300 rupees ആണ്. How many travelers were there? അപ്പൊ എത്ര യാത്രക്കാരുണ്ട്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു വിനോദയാത്രയ്ക്ക് പോയവർക്ക് ചെലവായ തുക 5,500. തുല്യമായിട്ട് അത് വീതിച്ചെടുക്കാണ്. ഓരോരുത്തരും 1,300 രൂപ കൊടുത്തു. അപ്പൊ എത്ര ആളുകൾ ഉണ്ട് എന്ന്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ എഴുതാം? ദ എമൗണ്ട് അല്ലേ? എത്രയാണ് എമൗണ്ട്? എത്രയാ തുക? എത്രയാണ് അവർക്ക് ചെലവായ തുക? അതാണ് ഫസ്റ്റ് എഴുതേണ്ടത് കേട്ടോ. ചിലവായ തുക. ടോട്ടൽ എമൗണ്ട് ദാറ്റ് ദേ സ്പെൻഡ് എത്രയാണ്? 5,200 രൂപ. ഇനി ഈച്ച് ഗേവ്, ഓരോരുത്തരും ദ മണി ഈച്ച് ഗേവ് എഴുതിക്കൊള്ളില്ലേ ഇത്? ദ മണി ഈച്ച് ഗേവ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 1,300 രൂപ. എങ്കിൽ നമ്മളോട് അടുത്ത ചോദ്യം, ഹൗ മെനി ട്രാവലേഴ്സ്? എത്ര ട്രാവലേഴ്സ് ഉണ്ട്? അപ്പൊ നമ്മൾ എഴുതേണ്ടത് നമ്പർ ഓഫ് ട്രാവലേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആകെ 5,200 രൂപ. ആകെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ മണിയാണ് കേട്ടോ. ടോട്ടൽ മണി 5,200 ആണ്. ദ മണി ഈച്ച് ഗേവ് 1,300 ആണ്. മലയാളം മീഡിയക്കാർ സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ടോട്ടൽ മണി ആകെ തുക 5,200. ദ മണി ഈച്ച് ഗേവ് ഓരോരുത്തരും കൊടുത്ത തുക 1,300. അപ്പൊ ദ നമ്പർ ഓഫ് ട്രാവലേഴ്സ് യാത്രക്കാരുടെ എണ്ണം. നമ്പർ ഓഫ് ട്രാവലേഴ്സ് യാത്രക്കാരുടെ എണ്ണം കാണണമെങ്കിൽ 5,200 ഡിവൈഡഡ് ബൈ 1,300. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2 0 വെട്ടിപ്പോയി. വെട്ടിപ്പോയില്ലേ? 13നെ 52 കൊണ്ട് എത്ര? 52 ഉണ്ട്. 4 12 12.
അപ്പൊ 4 പ്രാവശ്യം 52നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. അപ്പൊ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? 4. കിട്ടിയ എല്ലാവർക്കും? അപ്പൊ ഈ കണക്കിൽ നമ്മൾ ടോട്ടൽ മണി 5200 ഓരോരുത്തരും കൊടുത്തത് 1300 ആണെങ്കിൽ എണ്ണം കാണണമെങ്കിൽ നമ്മൾ ആകെ രൂപയിൽ നിന്ന് ഓരോരുത്തരും കൊടുത്ത എമൗണ്ട് കുറച്ചാൽ നമുക്ക് എത്ര രൂപ കിട്ടും? എത്ര എണ്ണം കിട്ടും? ഇപ്പൊ 10 രൂപ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നിങ്ങളൊരു മിഠായിയുടെ കാര്യം നോക്കാം. 10 മിഠായി നിങ്ങൾ ആകെ വാങ്ങിക്കാതിരിക്കും. ആകെ 10 മിഠായി വാങ്ങിച്ചിട്ട് നിങ്ങൾ 4 പേരുണ്ട്, 4 പേരും കൂടി അല്ലെങ്കിൽ 4 പേരാണ് പങ്കുവയ്ക്കണമെങ്കിൽ എത്ര പേരുണ്ടാവും? സോറി, നിങ്ങൾ ഒരാൾക്ക് നിങ്ങൾ എന്താണ് 10 മിഠായി വാങ്ങിച്ചിട്ട് 5 മിഠായി നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടി. 10 രൂപയുടെ മിഠായി അല്ലെങ്കിൽ 10 മിഠായി നമ്മൾ വാങ്ങിച്ചു, 10 എണ്ണം കിട്ടിയിലേക്ക് 10 മിഠായി കിട്ടി. അതിന് നിങ്ങൾക്ക് 5 എണ്ണം കിട്ടി. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേര് കൂടി പങ്കുവെച്ചതെന്ന് കാണണമെങ്കിൽ ഒരാൾക്ക് കിട്ടിയത് 5 ആണെങ്കിൽ ആളുകളുടെ എണ്ണം കാണണമെങ്കിൽ 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോ എത്ര പേരുണ്ട്? 2 പേരല്ലേ? 10 മിഠായി 2 പേരല്ലേ 5 പങ്കുവെച്ചത്. ഇനി നിങ്ങളിവിടെ പറയാണ് 2 മിഠായിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. 10 മിഠായി ഒരു കുട്ടി കൊണ്ടുവന്നു, നിങ്ങൾക്ക് 2 മിഠായി കിട്ടി. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു അവിടെ? കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 10നെ 2 കൊണ്ട് ഹരിക്കണം അല്ലെ? 2 മിഠായി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ 10 മിഠായിനെ 2 മിഠായി കൊണ്ട് ഹരിച്ചാൽ എത്ര ആളുകളിൽ നിന്ന് കിട്ടി? എത്ര കിട്ടി? 5. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? ആളുകളുടെ എണ്ണം കാണണമെങ്കിൽ ആകെ ഉള്ളതിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയത് ഡിവിഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. ഇവിടെ നമ്മുടെ ചോദ്യം യാത്രക്കാരുടെ എണ്ണമാണ്. അപ്പൊ എത്രയാണ് കിട്ടിയത്? 4 യാത്രക്കാർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് അടുത്ത കണക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കണക്ക് ചെയ്ത് നമുക്ക് സമയം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഈ 2 കണക്ക് നമ്മൾ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള 2 കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.